ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. വേറെ എവിടേക്കല്ല, നമ്മൾ ട്രിവാൻഡ്രം പോവുകയാണ്. അവിടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ വലിയ രീതിയിലൊരു മാജിക് ഷോ നടക്കുന്നത്. അതുപോലെ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ യൂട്യൂബ് ചാനലിൽ ഫാസിൽ ബഷീർ സാറിൻ്റെ ട്രിക്സ് മാനി എന്ന പേരിലൊരു മെൻ്റലിസം ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കൗസർ, സീതാങ്കോളിയാണ് സ്ഥലം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി അവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ മാജിക് പ്ലാനറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് മാജിക് പ്ലാനറ്റിൻ്റെ കവാടമാണ്. അപ്പോൾ നമ്മൾ നേരെ കിഴക്കൂട്ടം എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മാജിക് പ്ലാനറ്റിൻ്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ഫാസിൽ ബഷീർ സാറിന് എല്ലാവർക്കും അറിയാമായിരിക്കും. അവർക്ക് ട്രിക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവർ മെൻ്റലിസം പ്രോഗ്രാമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ക്യാമറാമാൻ കൗസർ, നമ്മുടെ സുഹൃത്തിൻ്റെ കീശയിലാണുള്ളത്. അപ്പോൾ നമ്മളിത് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഇത് ഒരാൾക്ക് 500 രൂപയാണ് ഫീ വരുന്നത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആയിട്ട് ഉള്ള ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വെക്കുന്നത്. അതായത് ഈ ഒരു മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിൽ ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. ഇവർ പഠിക്കുന്നത് വിദ്യാഭ്യാസം, മാജിക്, പാട്ട്, മറ്റു കലാ പരിപാടികളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സാരല്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. മക്കളെ പോയി ബസ്സിൽ കയറി കേട്ടോ. നാളെ അവിടെ ഉണ്ടോ? നാളെ ഇല്ല. ഈ ഒരു മാജിക് പ്ലാനറ്റ് സ്ഥാപനം ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ സ്ഥാപനമാണ്. ഇവിടെ ചെറിയ കുട്ടികൾ മാത്രമല്ല, അത്യാവശ്യം വയസ്സ് കൂടിയ മുതിർന്ന കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റി. അവരൊക്കെ കുഞ്ഞു മനസ്സാണ്. ഓക്കെ, അപ്പം ഞാനും കൗസറും കൂടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടലിൽ 1000 രൂപ ആയിട്ടുണ്ട്. 500 ടോട്ടൽ 1000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ നടക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് മാജിക് ഷോ ആണ്. അത് കഴിഞ്ഞ് മെൻ്റലിസം ആണ്. നമുക്ക് ഈ പ്രോഗ്രാമും ഷോ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളടുത്ത ഈ ഒരു ടിക്കറ്റ്, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാകും. അവിടെ ഒരാളുണ്ട്. അവിടെ അത് കാണിച്ചിട്ട് പാസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളത് അവിടെ കാണിച്ചിട്ട് അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഈ മാജിക് പ്ലാനറ്റിൻ്റെ കവാടത്തിൻ്റെ സൈഡിലൊരു മാജിഷ്യൻ ഒരു സ്ത്രീയെ വായുവിൽ നിന്ന് ഇങ്ങനെ പൊക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഡെമോ മാജിക് ശില്പിയാണ്. മെയ് 20-ാം തീയതിക്ക് വെച്ച പരിപാടിക്കാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ മാജിക് മെൻ്റലിസം മാത്രമല്ല, മറ്റൊരുപാട് പരിപാടി ഷോകൾ കാണാം. ഇത് കോൺജറിങ് ഇല്യൂഷൻ ആണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ 3D തിയേറ്റർ എക്സ്പീരിയൻസിൽ ആ പരിപാടി നമുക്ക് കാണാം. ഇത് നല്ല വല്ലാത്ത എഫക്റ്റ് ഫീൽ തന്നെയാണ് കാണാൻ. അടുത്ത പരിപാടി, ഇവിടുത്തെ കുട്ടികളുടെ അടിപൊളി പാട്ട് നമുക്ക് കേൾക്കാം.
അത് കഴിഞ്ഞ് ഇവിടുത്തെ കുട്ടികളുടെ ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഈ കുട്ടികൾക്കൊന്നും ചെവി കേൾക്കില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, കണ്ണ് കാണത്തില്ല, അങ്ങനെയുള്ള പാവം സുഖമില്ലാത്ത കുട്ടികളുടെ ആ ഒരു ആർട്ട് വർക്കുകൾ നോക്കുക. ബ്രില്യൻ വർക്കാണ്. ഈ കുട്ടികളുടെ കഴിവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടുത്തെ ടീച്ചർമാർ ഇവരുടെ കഴിവ് ഏതാണെന്ന് നോക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അവരെ കഴിവ് ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. ഇങ്ങനെ ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊന്നുമല്ല, ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ. അടുത്ത ഒരു ബിൽഡിങ്ങിൽ ക്രിസ്മ എന്ന പേരിൽ മാജിക്കൽ മൂവ് ഫോർ മദേഴ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വരുമാനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുറന്നു വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ആ അമ്മമാർ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെയധികം ഉപകരിക്കും. കൂടാതെ ഇവിടെ ഹിസ്റ്ററി ഓഫ് മിസ്റ്ററി എന്നൊരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാജിക്കിൻ്റെ സൃഷ്ടാക്കന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത പരിപാടി, ഒരു കുഞ്ഞ് ജനിച്ച് 1000 ദിവസം നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. അതോടൊപ്പം ബലൂൺ മാജിക്കും കുറച്ച് ട്രിക്സും ഒക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അത് കഴിഞ്ഞ് സർക്കിൾ കാസ്റ്റിലുണ്ട്. ഇവിടെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ കാഴ്ച നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെ കുട്ടികളുടെ ചെണ്ടമേളമുണ്ട്. അത് നമുക്ക് കേട്ട് നോക്കാം. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഇവിടെ സ്ട്രീറ്റ് മാജിക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെ തെരുവിൽ മാജിക് ചെയ്യുന്ന ഒരാൾക്ക് മുതുകാട് സാറ് ജോലി കൊടുത്തതാണ്. അവരുടെ മാജിക് ഷോ നമുക്കിവിടെ കാണാം. അപ്പോൾ അടുത്ത പരിപാടി നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള കുട്ടികളുടെ മാജിക് ഷോ ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പാറക്കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗത്ത് ഏറ്റവും മുകളിൽ പോയിട്ട് നമ്മളിരിക്കും. അപ്പോൾ ഇവിടെ പാറക്കല്ല് വെച്ചിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് കാണാം. അവിടെയാണ് അവരുടെ ആ ഒരു മാജിക് ഷോ നമുക്ക് കാണുക. എങ്ങനെയുണ്ട് മാജിക്? കൊള്ളാമോ? ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പരിപാടി ഡിഫറൻറ്റ് ത്രൂ സെൻറ്റർ ആണ്. അവിടേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വിമാനം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വിമാനത്തിൻ്റെ സൈഡിലൊരു ഡോറുണ്ട്. അതിൽ ഉള്ളിലേക്ക് കയറിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒറിജിനൽ വിമാനം തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഫീല് നമുക്കിതിൻ്റെ അകത്ത് കിട്ടും. ഇനി ഈ വിമാനത്തിൻ്റെ ബാക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ഡോറ് കിട്ടും. ആ ഡോറിൻ്റെ അകത്ത് കൂടി നമുക്ക് ഒരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ഫാസിൽ ബഷീർ സാറിൻ്റെ ട്രിക്സ് മാനിയ എന്ന മെൻ്റലിസം ഷോ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കുക. ശ്രീലക്ഷ്മി ഒന്ന് നിൽക്കാം. സമയം എത്രയും ഇതാണ് വാച്ച്. ഓക്കെ, ശ്രീലക്ഷ്മിക്ക് വീണ്ടും നല്ലൊരു ഗൈഡ് കൊടുക്കാം. അടുത്ത പരിപാടി ദ ടെമ്പസ്റ്റ് മാജിക് ഫോർ എഡ്യൂക്കേഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ലാസ്റ്റ് പ്ലേ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ അടിപൊളി ഫീലാണ്. ഇതൊക്കെ നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാം. അടുത്ത അവസാനം എംപവർ എ ലൈഫ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ എന്ന ഒരു സ്റ്റേജ് പരിപാടി നമുക്കിവിടെ കാണാം. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന കുട്ടികൾ ഇവിടുത്തെ എംപ്ലോയീസ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം.
ഡിവിഷൻ ജാലകത്തിൽ പെർഫോം ചെയ്തത്. അത്ഭുതം സംഭവിക്കുന്നവ മാത്രമല്ല, പരിശ്രമം കൊണ്ട് സൃഷ്ടിക്കുന്നവ കൂടിയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു പരിശ്രമം തന്നെയാണ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് അവരുടെ അമ്മമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊരു വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചെത്താം. എല്ലാവരും പോയാലും ജീവിക്കാനുള്ളൊരു മാർഗം ഈശ്വരൻ കടാക്ഷിച്ച് നൽകിയതിൽ ഈശ്വരൻ ആദ്യം നന്ദി പറയുന്നു. അതറിഞ്ഞപ്പോ എന്താ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷം എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നെ പോലെ ഒരുപാട് അമ്മമാർ ഇതേപോലെ കുട്ടികളെ കൊണ്ട് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇനി ഇങ്ങനത്തെ കുട്ടികളെ മാജിക് പഠിപ്പിക്കാം എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ മുതലാളി സാറിനുണ്ട്. ഇപ്പൊ സാറിനോടും നമ്മുടെ സർക്കാരിനോടും തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. ഇരുട്ടിനകത്തുനിന്ന് ഒരു ചെറിയൊരു വെളിച്ചം കാണിച്ചിട്ടുണ്ട്. അവരൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഇനി ആ വഴിയിൽ നമുക്കത് പോയി ഈ പിള്ളേരെ അത് എക്സ്പ്ലോർ ചെയ്ത് അതിനെ വലിയ ഹൈ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ഈ ഒരു മാജിക് പ്ലാനറ്റിൽ അവിടെ പോയപ്പോൾ രാവിലെ 10-10:30 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 4:30-5 മണി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നടന്ന ഓരോ പരിപാടി ഷോകളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറോളം അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമുക്ക് ഫുൾ ടൈം പ്രോഗ്രാം കാണാം. പിന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കിട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയം. ഭക്ഷണമൊക്കെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാം കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല. കാരണം 6 മണിക്കൂറുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എനിക്കും ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും സൈസ് MB GB ഒക്കെ എൻ്റെ അടുത്ത് കൂടുതലായിട്ട് പോകും. ഏകദേശം ഒരു ചിലപ്പോൾ ഒരു 100 GB ഒക്കെ ചിലപ്പോൾ അതിന് വേണ്ടി ചിലവായേക്കാം. കാരണം നല്ല ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു വെറുപ്പിക്കലായിരിക്കും. അതുകൊണ്ട് അവിടെ നടന്ന ഓരോരോ മാജിക് ഷോ ആണെങ്കിലും മെൻ്റലിസം ഷോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പാട്ട് പരിപാടി മറ്റുള്ള ഒരുപാട് ഷോകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ മടിക്കാതെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എങ്കിലും ഞാൻ ആ വീഡിയോസൊക്കെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു മാജിക് പ്ലാനറ്റിൽ ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ടൈം എന്ന് പറയുന്നത് സാധാരണ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 9 മണി വരെയുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി വരെയൊക്കെ ആ രീതിയിലാണ് അവിടെ പ്രോഗ്രാം വെക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാജിക് പ്ലാനറ്റിലേക്ക് ഫോൺ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കോൺടാക്ട് നമ്പർ, അതായത് മാജിക് പ്ലാനറ്റിലെ 1-2 ആൾക്കാരെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുതുകാട് സാറ് സ്വന്തം മാജിക് എന്ന ജോലി അവർ ഉപേക്ഷിച്ചിട്ട് ഇപ്പം ഭിന്നശേഷിക്കാരെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവർക്ക് ഒരുപാട് അറിവുകളും ഒരുപാട് സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് മുതുകാട് സാറ് സ്വന്തം മക്കളെപ്പോലെ പോറ്റി വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആരും കാണാതെ പോകരുത്. അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഈ ഒരു മാജിക് പ്ലാനറ്റിൽ കാണുന്നത്. അപ്പോൾ അവരുടെ പെർഫോമൻസ്, അവരുടെ പരിപാടിയൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ദയവചെയ്ത് എല്ലാവരും അവിടെ പോവുക. അവരുടെ പരിപാടി മാത്രമല്ല, അവിടെ വേറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ മാജിക്കും സർക്കസും മറ്റു പല കലാപരിപാടികൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അവിടേക്ക് പോവുക. അതുപോലെ തന്നെ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ലോകം മൊത്തം എല്ലാ ജനങ്ങളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. കാരണം ഇതുപോലൊരു സ്ഥാപനം ലോകത്ത് ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് അറിയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. എന്തായാലും നിങ്ങളവിടെ പോകണം, അവിടുത്തെ കാര്യങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കണം. പിന്നെ അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. അതുപോലെ തന്നെ ഇനി ഒരുപാട് കുട്ടികളവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കുറേ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ എമൗണ്ട്, നമുക്ക് എത്രയാണ് സഹായിക്കാൻ പറ്റുന്നത് ആ പറ്റുന്ന ഒരു എമൗണ്ട് നമ്മളവിടെ ഡൊണേറ്റ് ചെയ്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പം എന്ത് ചെയ്യുക,
ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം യൂട്യൂബിലൊക്കെ മാജിക് പ്ലാനറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ കുറച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോസും ഒരുപാട് ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു മാജിക് പ്ലാനറ്റിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ അറിയാൻ ഇടയാകും. അതുകൊണ്ടാണ് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്തുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മുടെ ട്രിക്സ് ബൈ ബഷീർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ ആളായ നമ്മുടെ ഒരു മാജിക് ചെയ്യുന്ന മാജീഷ്യൻ, അതുപോലെ തന്നെ മെൻ്റലിസ്റ്റ് കൂടിയാണ്. ഇവർ കൂടുതലും അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ അവരെന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്തിട്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടും. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഇവരെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പലതരത്തിൽ ഫേക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രതികരിച്ച് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ തെളിവടക്കം കാണിച്ചത്. അങ്ങനത്തെ ഒരുപാട് വീഡിയോകൾ ഇവരുടെ ചാനലിലുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു മാജിക് പ്ലാനറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ കുറേ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ചുരുക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. മാജിക് പ്ലാനറ്റിനെ പറ്റി ഒന്നാമത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ സ്ഥാപനം ഉണ്ടല്ലോ, ഈ സ്ഥാപനത്തിൽ എങ്ങനെയാണ്, അതായത് കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ട്രിക്സ് മാനിയ എന്ന് പറയുന്ന മെന്റലിസം ഷോ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അല്ലേ? നിങ്ങൾ കണ്ടല്ലോ രണ്ടുപേരും. അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാ? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളിയായിരുന്നു. ഞാൻ അവസാനം ഞെട്ടിപ്പോയി. കാരണം അത് ഫസ്റ്റ് നമുക്കൊരു സംഭവം തന്നില്ല, അത് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് എങ്ങനെയാണ് ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ആ പേരെന്ന് അതേപോലെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതായിരുന്നു. ഓഡിയൻസ് അതുപോലെ ഒരുപാട് ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാജിക് പ്ലാനറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് മാനേജറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു സാലറിയിൽ വർക്ക് ചെയ്യുന്നില്ല. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും മാജിക് പ്ലാനറ്റിന്, അല്ലെങ്കിൽ ഇതിന് കീഴിലുള്ള ഡിഫറെൻറ്റ് ആർട്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മുതുകാട് സാർ. അപ്പോൾ അതുകൊണ്ട് സാറ് തന്നിരിക്കുന്ന ഒരു പദവിയാണ്. അപ്പോൾ മാജിക് പ്ലാനറ്റിന് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മാജിക് പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കിങ്ഫ്ര ഫിലിം സിറ്റിക്കകത്ത് 5.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാജിക് തീം പാർക്കാണ്. ഇതിൻ്റെ കീഴിൽ ഒരു ഡിഫറെൻറ്റ് ആർട്ട് സെൻ്റർ ഉണ്ട്. 300ഓളം ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംരംഭമാണത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ, ഇപ്പോൾ സന്ദർശകർ ഇവിടെ വരികയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് വരെ കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. 100ഓളം പ്രൊഫഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കലാപ്രകടനങ്ങൾ, തിയേറ്റർ ഷോകൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ പ്രകടനങ്ങൾ കൂടെ കാണാം. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ അവർക്ക് ഏത് മേഖലയിലാണോ പ്രാവീണ്യമുള്ളത്, മീൻസ് അവർക്ക് താല്പര്യമുള്ളത്, അതിന് ഇവിടെ ട്രെയിനേഴ്സിനെ നിർത്തി അവരെ പഠിപ്പിച്ച്, ചില ആളുകൾക്ക് സംഗീതത്തിലായിരിക്കാം, ചില ആളുകൾക്ക് വാദ്യോപകരണത്തിലായിരിക്കാം, ചില ആളുകൾക്ക് നൃത്തത്തിലായിരിക്കാം. അപ്പോൾ അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ പഠിപ്പിച്ച് വളരെ നല്ല രീതിയിൽ, കാരണം ഇവിടെ തുടക്കത്തിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ടാലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന കുറേ കുട്ടികളുണ്ടായി. പക്ഷേ അവർ ആളുകൾ വരികയും ഇവരുടെ പ്രോഗ്രാം കാണുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് വന്ന മാറ്റം എന്താണെന്നറിയും. ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ എല്ലാ ദിവസവും വരുന്നത് ഗുഡ് മോർണിംഗ് അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ഗുഡ് നൈറ്റൊക്കെ കൃത്യമായിട്ട് ഇവിടെയുള്ള പല കുട്ടികളും കൃത്യമായിട്ട് വാട്സപ്പ് വരെ അവർ നോക്കാറ്, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരെ മാറി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡെവലപ്മെൻറ്റാണ് വന്നത്. അപ്പോൾ അതിന് പ്രധാന കാരണം വെച്ചാൽ ഇവിടെ വരുന്ന സന്ദർശകരാണ്. മറ്റുള്ള മെഡിസിനും കാര്യങ്ങൾക്കും ഒക്കെ ഉപരിയായിട്ട് അവരുടെ ആ ഒരു കലാപ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ 2 കൈകൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം അവരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നു. അത് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം ഇവിടെ ഒരു 14 കുട്ടികളാണ് ഉണ്ടായത്. പിന്നെ 100 കുട്ടികളെ എടുത്തു, അവരിൽ മാറ്റം വന്നു. വീണ്ടും 200 കുട്ടികളായി, ഇപ്പോൾ 300 കുട്ടികളായി. നിലവിൽ 3000ഓളം അഡ്മിഷൻ, അതായത് ഇവിടെ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അഡ്മിഷൻ പെൻഡിംഗ് ആണ്. പലരും വിചാരിക്കും പൈസ കൊടുത്ത് ചേർക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. അതെ, ഈ കുട്ടികൾക്ക് സാലറി ഉണ്ട്. ഇവിടെ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് സാലറി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരും വന്ന് കാണേണ്ട ഒരു സംരംഭമാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ മെന്റലിസ്റ്റ്. അപ്പോൾ അത് തന്നെ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും ഇത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മെന്റലിസം ഷോ, അത് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടികളെയാണ് ശരിക്കും. മുമ്പ് പഠിച്ചിട്ട് ഞാൻ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മാജിക്കിൽ. മുതുകാട് സാറിനോടൊപ്പം ഞാൻ മുമ്പ് ഉണ്ടായിരുന്നതാണ്. പിന്നെ മുതുകാട് സാറിനെ നമുക്ക് കാണാൻ പറ്റില്ല, അവർക്ക് സുഖമില്ല അല്ലേ? സാറിന് ചെറിയൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് അദ്ദേഹം കാണാൻ പറ്റില്ല. പക്ഷെ എന്തായാലും വളരെ ഹാപ്പി ഇവിടെ വന്നിട്ട്. കാരണം അപ്പോൾ എന്തായാലും എൻ്റെ ക്ഷണം സ്വീകരിച്ചാണെങ്കിൽ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് ഇവിടെ വന്നതിൽ
തിരിച്ചു അങ്ങോട്ട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീണ്ടും മാജിക് പ്ലാനറ്റിനെ പറ്റി, ഇപ്പോൾ എന്നെ പറ്റി അല്ലെങ്കിൽ പോലും മാജിക് പ്ലാനറ്റിനെ പറ്റിയും ഇവിടുത്തെ ഡിഫറെൻറ്റ് ആർട്സ് സെൻ്ററിനെ കുട്ടികളെ പറ്റിയൊക്കെ പരമാവധി ആളുകളിലേക്ക് അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ വന്നിട്ട് നിങ്ങളെ ഇവിടുത്തെ മാജിക് ഷോ, കുട്ടികളുടെ മാജിക് ഷോ ഒക്കെ അടിപൊളിയാട്ടോ, കണ്ടി രസിക്കാൻ വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രോഗ്രാം നിങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ട് ആസ്വദിക്കണം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ അത്ര രസമുണ്ടാവും, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അത് അത്ര നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, സഹകരിക്കുക. ഓക്കെ, താങ്ക് യു.